കൊച്ചിയിലെ തൊഴിൽ തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവുകൾ കിട്ടി. തട്ടിപ്പിനിരയായവരുടെ ദുരവസ്ഥ വെളിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ദുബായ് ടാക്സി കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നമുക്കൊപ്പം YS അഭിനന്ദ് ചേരുന്നു. ആദ്യം ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. ഒരു റൂമിൽ 12 പേര് വെച്ചുണ്ട്. ഒരു ഗ്യാപ്പും ഇല്ല, വീതിയില്ല. കണ്ടോ, കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു വൃത്തിയും മെടിയില്ലാതാണ് കിടക്കുന്നത്. ഗ്യാപ്പ്, ഒരു തുണി അലക്കാനോ ഇരിക്കാനോ പോലുള്ള സൗകര്യം. ചേട്ടാ, ഇതാണ് ഞങ്ങൾ കിടക്കുന്ന ക്യാമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ 3 പേരെ, ചാർട്ടഡിൽ നിന്ന് വന്ന 12 പേരുണ്ട്. ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ വന്ന് ഒരു 5000 പേര് ഈ ക്യാമ്പിലുണ്ട്. ഒരു റൂമിൽ 12 പേര് വെച്ചാണ് ഉള്ളത്. 60 വെച്ച് ഞങ്ങൾ 2 പേരൂടെ വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ക്യാമ്പ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാറന്മാരെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമെങ്കിൽ വലിയ ഉപകാരമായി. ആ എബിനെ ഒരു 6 നമ്പർ എൻ്റെ കിടപ്പുണ്ട് അവരുടെ, പക്ഷേ അവരെ വിളിച്ചിട്ടൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ടെലിഫോണിൽ ചേർന്നു. അഭിനന്ദ്, ഈ പരാതി ആർക്കാണ് ഇവർ അയച്ചു കൊടുത്തത്? ഈ ചാർട്ടേഡ് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയോ? DTC അഥവാ ദുബായ് ടാക്സി കമ്പനി ഉയർന്ന ശമ്പളത്തോടൊപ്പം ജോലി, ഒപ്പം സൗജന്യമായി താമസ സ്ഥലം, ഭക്ഷണം എന്നിങ്ങനെയായിരുന്നു ആദ്യം ഈ ചാർട്ടേഡ് വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസ് വാഗ്ദാനം നൽകിയത്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 3 ലക്ഷത്തിലധികം രൂപ ഈ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പത്ര പരസ്യത്തിലൂടെയും വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയുമാണ് ഇവർ ഈ കമ്പനിയെ പറ്റി അറിയുന്നത്. പിന്നാലെ ഇവർക്ക് 1.5 ലക്ഷത്തിലധികം രൂപ ആദ്യം നൽകുന്നു, പിന്നീട് വീണ്ടും 1.5 ലക്ഷം രൂപ നൽകുന്നു. അങ്ങനെ 3 ലക്ഷം രൂപയാണ് പല തവണയായി ഇവർ നൽകിയത്. ഇതിന്റെ പ്രതികരണങ്ങളടക്കം നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. ഇവർ വൈറ്റില ജനതാ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഈ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധവുമായി എത്തി. അവിടുത്തെ ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു, അവരുടെ ബന്ധുക്കളടക്കം ഈ ദുരവസ്ഥ കൃത്യമായി തന്നെ 24നോട് വ്യക്തമാക്കിയത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. താമസിക്കാൻ അവർക്ക് സൗകര്യമില്ല, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ദൗർലഭ്യം അതങ്ങനെ തന്നെ തുടരുകയാണ്. ഇവർക്ക് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് വെറും 350 രൂപ മാത്രമാണ് ദിവസം. അങ്ങനെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. ഇവർക്ക് വേണ്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് വരണമെങ്കിൽ അവർക്ക് അവിടെ പാസ്പോർട്ടിന് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിനായിട്ട് ഇനി 3 ലക്ഷം രൂപ നൽകണം. അങ്ങനെ നിരവധി പരാതികൾ അവിടെ നിന്ന് ഉയർന്നിരുന്നു. ഇവർ മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മരട് പോലീസ് സ്റ്റേഷൻ മരട് സിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. വൈറ്റില ജനതാ ചാർട്ടേഡ് കമ്പനിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് 20 ദിവസം സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കുക. അവർക്ക് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാം നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇവർ തന്നെ നേതൃത്വം നൽകും. പക്ഷെ അവർക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നമാണ് ഇത്തരത്തിലേക്ക് നയിച്ചതെന്നാണ് വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് കമ്പനിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലേക്ക് ഏതാണ്ട് 350ലധികം ആളുകൾ ഇപ്പോഴും ദുബായിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ അവർ പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ ഇവരുടെ കൂടെയുള്ളവരുടെ തീരുമാനം. അങ്ങേയറ്റം ദുരവസ്ഥ വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭിനന്ദാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും എന്ന് മാത്രം പ്രേക്ഷകരോട് തൽക്കാലം പറയാം. നമ്മുടെ ദുബായ് റിപ്പോർട്ടർ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടാകും അവിടെ.